എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നെയിൽ ആർട്ട് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു നെയിൽ ആർട്ട് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ആവശ്യമായ പ്രധാന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത് നെയിൽ പ്രെപ്പ്, അതല്ലെങ്കിൽ നെയിൽ പ്രെപ്പിംഗ് ടൂൾസ് ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി പറയാം. നമ്മൾ നെയിൽ ആർട്ട്, നെയിൽ എക്സ്റ്റൻഷൻ, നെയിൽസിൻ്റെ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഏത് സർവീസ് ചെയ്യുന്നതിന് മുന്നേ നെയിൽ പ്രെപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ക്യൂട്ടിക്കിൾ കട്ടറാണ്, ഇതൊരു ടൂൾസ് ആണ്. അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾ പുഷർ, ദെൻ ക്യൂട്ടിക്കിൾ കട്ടർ, ഇത് മൂന്നും അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള നെയിൽ ഫൈലേഴ്സ് ആണ്. അതായത് ഹാഫ് മൂൺ ഫൈലേഴ്സ് ഉണ്ട്, അതുപോലെ ബനാന ഫൈലേഴ്സ് ഉണ്ട്, 180 ഫൈലേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഫൈലേഴ്സ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ബഫേഴ്സും ആവശ്യമാണ്, ബ്രിക്സും ആവശ്യമാണ്. അപ്പം ഇത്രയും ടൂൾസാണ് പ്രധാനമായിട്ട് നെയിൽ പ്രെപ്പിങ്ങിന് ആവശ്യമായ ടൂൾസുകൾ. അപ്പം നെയിൽ പ്രെപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളെ നെയിൽ ആർട്ടാണെങ്കിലും നെയിൽ എക്സ്റ്റൻഷൻസ് ആയാലും നെയിലുമായിട്ടുള്ള എന്ത് സംബന്ധിക്കുന്ന കാര്യം സർവീസ് ചെയ്താലും നമുക്ക് നെയിൽ പ്രെപ്പിംഗ് മസ്റ്റ് ആണ്. അപ്പം നമ്മൾ നെയിൽ പ്രെപ്പിംഗ് ടൂൾസിനെ കുറിച്ച് മനസ്സിലാക്കി. ദെൻ നെയിൽ ആർട്ട് അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രൈമർ ആവശ്യമാണ്. പ്രൈമർ അതായത് ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അത്യാവശ്യമാണോ ഫേസ് പ്രൈമർ, അതുപോലെ തന്നെയാണ് നെയിൽ ആർട്ട് ചെയ്യുമ്പോഴും നെയിൽ പ്രൈമർ നമുക്ക് വേണ്ടത്. ദെൻ ഡീഹൈഡ്രേറ്റർ വേണം, ബേസ് കോട്ട്, ദെൻ ടോപ്പ് കോട്ട്. ഈ 4 പ്രോഡക്റ്റ് നമ്മളെ നെയിൽ ആർട്ട് കിറ്റിനകത്ത് വേണം. ദെൻ നമുക്ക് വേണ്ട മറ്റൊരു പ്രോഡക്റ്റാണ് അസറ്റോൺ. ഇത് ജെൽ പോളിഷ് ചെയ്യുന്നതിനും പോളിമർ ചെയ്യുന്നതിനും അസറ്റോൺ അത്യാവശ്യമാണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഡിപ്പ് അല്ലെങ്കിൽ ഡാഷസ്. ഇത് നമ്മളുടെ മൊണോമർ, അസറ്റോൺ, അതുപോലെ തന്നെ സ്ലിപ്പ് സൊല്യൂഷൻസ് ഒക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഹ്യൂമിഡിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു ഡിപ്പ് ആൻഡ് ഡാഷസ് അത്യാവശ്യമാണ്. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജെൽ ബേസ് ആണ്. ഇതെന്ന് പറയുന്നത് ബിൽഡർ ജെല്ലും ഇത് ക്ലിയർ ജെല്ലുമാണ്. ഇത് നമുക്ക് ജെൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ആവശ്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് അസറ്റോൺ അല്ലെങ്കിൽ സ്ലിപ്പ് സൊല്യൂഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതാണ് സ്ലിപ്പ് സൊല്യൂഷൻ. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് സ്ലിപ്പ് സൊല്യൂഷൻ. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അതായത് ജെൽ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ട് നമുക്ക് ജെൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നിരവധി ബ്രഷസ് ആവശ്യമാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് പോളിമർ ആണ്. ഇത് മറ്റൊരു നെയിൽ എക്സ്റ്റൻഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് പോളിമർ. പോളിമർ യൂസ് ചെയ്യാനും നമുക്ക് അസറ്റോൺ വേണ്ടി വരും. അതിന് നമുക്ക് പോളിമർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്രഷസും ആവശ്യമാണ്. ദെൻ അടുത്തൊരു നെയിൽ എക്സ്റ്റൻഷനാണ് നമുക്ക് വരുന്നത് ആക്രിലിക്. ആക്രിലിക് എന്ന് പറയുന്നത് മറ്റൊരു നെയിൽ എക്സ്റ്റൻഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇതൊരു പൗഡർ ഫോമിലുള്ള പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ സൊല്യൂഷൻ്റെ പേരാണ് മൊണോമർ. അപ്പം നമുക്ക് ആക്രിലിക് ചെയ്യാനും മൊണോമർ, അതുപോലെ തന്നെ ആക്രിലിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഈ ആംഗിൾസിൽ വരുന്ന ബ്രഷസാണ് നമ്മൾ ആക്രിലിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആക്രിലിക് ബ്രഷസ് നമുക്ക് ആവശ്യമാണ്. ദെൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് നെയിൽ ടിപ്പുകൾ ആവശ്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് നെയിൽ ടിപ്സുകൾ വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ കുറേ നെയിൽ ടിപ്സ് നമുക്ക് ആവശ്യമാണ്. ദെൻ അതിലെല്ലാത്തിനകത്തും ഉപരി നമുക്ക് UV ലൈറ്റ് അത്യാവശ്യമാണ്. ഇതാണ് UV ലൈറ്റ്. അതായത് നമ്മൾ ജെല്ല് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ജെൽ പോളിഷസ് ചെയ്യാനാണെങ്കിലും പോളിമർ ചെയ്യാനാണെങ്കിലും ഇത് ക്യൂർ ചെയ്തേ പറ്റും. ക്യൂർ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ് പേരാണ് ക്യൂർ. അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് LED ലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൽ പോളിഷസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ജെൽ പോളിഷസ് നമുക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസിക് പ്രോഡക്റ്റ്സ് ആണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതും ആ മെസ്സേജിലൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.